മൂന്നാർ വന്നിട്ട് വെറൈറ്റി ആയിട്ട് ഒരു വെള്ളച്ചാട്ടമൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ നേരെ ശ്രീനാരായണ വാട്ടർഫാൾസിലേക്ക് വരാം. ഇവിടെ കുറച്ച് സിപ്പ് ലൈനും വെള്ളച്ചാട്ടവും അതുപോലെ ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട്. അവിടെ കയറി നമുക്ക് കാഴ്ചയെല്ലാം കാണാം, സിപ്പ് ലൈൻ ആസ്വദിക്കാം. അപ്പം മൂന്നാർ ടൗണിൽ നിന്നുള്ള കാഴ്ചേനെക്കാളും വ്യത്യസ്തമായിട്ടൊരു കാഴ്ചയാണ്. അവിടെ തേയിലത്തോട്ടങ്ങളും തണുപ്പൊക്കെ ആണെങ്കിലും ഇവിടെ കുറച്ച് ചൂടും വെള്ളച്ചാട്ടങ്ങളും സൗണ്ടും സിപ്പ് ലൈനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് നേരെ അത് കാണിച്ചു തരാം, അങ്ങോട്ട് പോകാം. മൂന്നാർ ടൂർ വന്നിട്ട് നിങ്ങൾ എന്നും ഈ തേയിലത്തോട്ടവും മഞ്ഞും മലയൊക്കെ കണ്ടുമടുത്തെങ്കിൽ നേരെ റിപ്പിൾ വാട്ടർഫാൾസിലേക്ക് വരാം. ഇവിടെ വരുമ്പോൾ ഇതൊന്നും കാണില്ല, പകരം വെള്ളച്ചാട്ടങ്ങളും ഏലത്തോട്ടങ്ങളും അതിൻ്റെ മുകളിൽ കൂടെയുള്ള സിപ്പ് ലൈനും റോളർ കോസ്റ്റും ഒക്കെയാണ് കാണുന്നത്. ഈ കാണുന്ന ഒരു ബ്രിഡ്ജാണ്. ഇവിടെ നിന്ന് കയറി താഴോട്ട് നോക്കിയാൽ നമുക്ക് അടിപൊളിയായിട്ട് ഈ വെള്ളച്ചാട്ടങ്ങളെല്ലാം ആസ്വദിക്കാൻ പറ്റും. പുഴ ഒഴുകുന്നതും അതിൻ്റെ ശബ്ദവും എല്ലാം നല്ല രസമാണ് കേൾക്കാൻ. ഇതിൻ്റെ ക്രോസ് ആയിട്ട് തന്നെ പല പല സിപ്പ് ലൈനുകളുണ്ട്, പല നീളത്തിലും ഒക്കെ ആയിട്ട് പല പല സിപ്പ് ലൈനുകളുണ്ട്. എൻ്റെ ഈ തൊട്ട് താഴെ കൂടെ സിപ്പ് ലൈൻ ഉണ്ട്. ഇതിൻ്റെ ഒരു സൈഡിൽ പുഴയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ കാടും മറ്റേ സൈഡിൽ ഏലത്തോട്ടമാണ്. അവിടെയുള്ള നാട്ടുകാരുടെ തന്നെ ഏലത്തോട്ടം. അവിടെ നിന്ന് നമുക്ക് എല്ലാം കാണാം. ഈ കൊത്തി വെച്ചേക്കുന്ന ശില്പം എല്ലാം അതിൻ്റെ ഒരു ഭാഗമാണ്. എൻ്റെ ഈ പുറകിൽ കാണുന്നതാണ് ശ്രീനാരായണപുരം വാട്ടർഫാൾസ്. മെയിൻ എൻട്രൻസിൽ നിന്ന് കുറച്ച് നിങ്ങൾ മുന്നിലോട്ട് വരുവാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. 25 രൂപ ടിക്കറ്റിൽ നമ്മൾ കയറുവാണെങ്കിൽ ഈ എൻ്റെ കാഴ്ച കാണാം. തൊട്ട് താഴെ ഇതുപോലെ സിപ്പ് ലൈനിലൊക്കെ പോകുന്നത് കാണാം. ഞാനീ നിൽക്കുന്ന പാലത്തിൻ്റെ തൊട്ട് താഴേക്കൂടെയാണ് ഇവിടുത്തെ ആദ്യത്തെ സിപ്പ് ലൈൻ. ഇത് മാത്രമല്ല, ഇതിൻ്റെ അപ്പുറത്തും ഈ പുഴയുടെ കുറേയുള്ള സിപ്പ് ലൈനുകൾ ഇഷ്ടംപോലെ കാണാൻ സാധിക്കും. റോളർ കോസ്റ്റും ജീപ്പ് സവാരി എല്ലാം അവിടെ തന്നെ അവൈലബിൾ ആണ്. പുഴയൊക്കെ കണ്ട് ആസ്വദിച്ച് സിപ്പ് ലൈനിൽ പോകുന്നതും വ്യത്യസ്ത അനുഭവമാണ്. ഇനി ഞങ്ങൾ റിപ്പിൾ വാട്ടർഫാൾസിൻ്റെ എൻട്രൻസിലോട്ട് പോയി. അത് അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോകണം. എൻട്രൻസിൽ പോയിട്ട് നമുക്ക് ഈ വാട്ടർഫാൾസ് അടുത്ത് നിന്ന് ആസ്വദിക്കാം. അപ്പം ടിക്കറ്റ് എടുക്കണം. പെർ ഹെഡ് 25 രൂപയാണ് ഇപ്പോൾ നിലവിലെ റേറ്റ്. ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു, 2 ടിക്കറ്റ് എടുത്തു. ഈ കാണുന്നതാണ് ടിക്കറ്റ്. ഇത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്, കാരണം ഈ പോകുന്ന വഴിക്കെല്ലാം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാർ ഇത് ചെക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പം എൻട്രൻസ് എടുത്ത് കുറച്ച് നടക്കാനുണ്ട്. അതൊരു ഡീപ്പായിട്ടുള്ളൊരു ഏരിയയാണ്, കുറച്ച് താഴേക്ക് പോകണം. എന്നാലാണ് നമുക്ക് അടുത്ത് നിന്ന് വാട്ടർഫാൾസ് കാണാൻ പറ്റുള്ളൂ. ഈ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ചെറിയ സ്നാക്സോ ചായയോ കോഫിയോ എന്തെങ്കിലും ഫ്രഷ് ജ്യൂസ് കഴിക്കണമെങ്കിൽ തൊട്ട് സൈഡിൽ കൂടെ കടകളൊക്കെ ഉണ്ട്. അവിടെ തന്നെ ഈ ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങളും അതുപോലെ തന്നെ ടോയ്സും കൂളിംഗ് ഗ്ലാസ്, തൊപ്പികൾ, അങ്ങനെ സാധാരണയായിട്ടൊരു ടൂറിസ്റ്റ് സ്പോട്ടിൽ കാണുന്ന എല്ലാ സാധനങ്ങളും അവിടെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലാത്ത സമയമാണ്. കുറച്ച് അറബീസും നോർത്ത് ഇന്ത്യൻകാരി ഗസ്റ്റുകളും മാത്രമേ ഉള്ളൂ. നടന്ന് നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലെത്തി. ഇവിടെ നമുക്ക് കുറച്ച് നേരം ഇരിക്കാം. പക്ഷേ ശരിക്കും നമ്മളിത് അടുത്ത് കാണണമെങ്കിൽ കുറച്ചുകൂടി താഴേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക്, അതായത് ഈ ആരോഗ്യപരമായിട്ട് പ്രശ്നമുള്ളവർക്കൊക്കെ പരമാവധി ഇവിടെ തന്നെ നിന്ന് ആസ്വദിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗ്ഗം. കാരണം ഞാൻ ഈ പോകുന്ന പോലെ തന്നെ കയറിപ്പോയിട്ട് ഡീപ്പായിട്ടൊരു ഇറക്കമുണ്ട്. അത് സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോയിട്ട് വേണം നമുക്ക് ഈ വാട്ടർഫാൾസിൻ്റെ ഏറ്റവും അടുത്തേക്ക് എത്താൻ. അപ്പോൾ അത് കുറച്ച് അത്യാവശ്യം നല്ല റിസ്ക് ഉള്ള പരിപാടിയാണ്. റിസ്ക് എന്ന് ഉദ്ദേശിച്ചത് ആരോഗ്യമുള്ളവർക്ക് നടക്കാൻ പ്രാപ്തിയുള്ളവർക്കൊന്നും വിഷയമില്ല. പക്ഷേ ഈ ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ തന്നെ നടക്കാൻ പ്രായമുള്ളവർ അങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ച് പ്രശ്നമാണ്. നമ്മൾ ഈ നേരെ ചെന്നു. ഇതാണ് ആദ്യം കാണുന്ന വ്യൂ. അപ്പം വലിയ തിരക്കൊന്നുമില്ല. ഇത് കറക്റ്റ് സീസണാണ്. കാരണം ഏപ്രിൽ, മെയ് അല്ലെങ്കിൽ ഡിസംബർ, ജനുവരി ഒക്കെ വരുമ്പോൾ ഒടുക്കത്തെ തിരക്കായിരിക്കും. ഇപ്പോൾ നമുക്ക് വലിയ മഴയും ഇല്ല, വെയിലും ഇല്ല, ഒരു മീഡിയം സെറ്റപ്പിൽ പോകും. അതുപോലെ തന്നെ വലിയ ആൾക്കാരും ഇല്ല. റിപ്പിൾ വാട്ടർഫാൾസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ചൂണ്ടിക്കാണിക്കാവുന്ന ഒന്നാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സ്ക്വയറിൽ നിന്നിട്ട് നമുക്ക് അപകടം ഒട്ടുമില്ലാത്ത രീതിയിൽ തൊട്ടടുത്ത് നിന്ന് വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ പറ്റുക എന്നത്. ഇവിടെ ആൾക്കാർ കപ്പിളായിട്ടുള്ളവർ മെയിനായിട്ടും ഫോട്ടോ എടുക്കാനുള്ള വലിയ തിരക്കിലാണ്. നമ്മളേതായാലും ഫോട്ടോ എടുക്കാനൊന്നും നിന്നില്ല, വീഡിയോ പിടിച്ചു. ഈ ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം വീഡിയോ പിടിച്ച് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇത് ഒരു എല്ലാവരും വരുന്ന സ്ഥലമാണ്, എന്നാൽ പോലും മൂന്നാറിൻ്റെ ഒരു തിരക്കിൽ അൺറേറ്റഡ് ആയി കിടക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. തിരക്കൊത്തിരി ഇല്ലാതെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ അടിപൊളി ഒരു വെള്ളച്ചാട്ടം കൂടിയാണ് റിപ്പിൾ വാട്ടർഫാൾസ്. അപ്പം ഈ ഇവിടെ നിന്ന് കാണിക്കാവുന്ന കാഴ്ചകളെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു കയറി പോവുകയാണ്. തിരിച്ചു കയറുമ്പോഴുള്ള അടുത്ത ടാസ്ക്, നമ്മളെ ഇറങ്ങി അത്രയും വഴി നമുക്ക് തിരിച്ചു കയറണം. നല്ല ദൂരമുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ഫോട്ടോ പോയിന്റുകൾ ഇഷ്ടം പോലെയുണ്ട്. നമുക്ക് പല രീതിയിൽ നിന്ന് കപ്പിളായിട്ടുള്ളവർക്കായിക്കോട്ടെ നോർമലായിട്ടുള്ളവർക്കായിക്കോട്ടെ എല്ലാം പോസ് ചെയ്യാം. അതേപോലെ തന്നെ സിപ്പ് ലൈനെല്ലാം മേളിൽ കൂടെ പോകുന്നുണ്ട്. അത് വേറൊരു കാഴ്ച. റോളർ കോസ്റ്റും കാര്യങ്ങളെല്ലാം ഒരു സൈഡ് നടക്കുന്നുണ്ട്. അതിനെല്ലാം സെപ്പറേറ്റ് പൈസ കൊടുക്കണം.
പക്ഷേ ഇപ്പോൾ നമ്മൾ കാണിച്ചത് ഈ 25 രൂപ ടിക്കറ്റ് എടുത്ത് കയറിയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളാണ്. ഈ കാണുന്നതൊക്കെ അവിടുത്തെ കടകളാണ്. ചില ഹാൻഡിക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ മേടിക്കാൻ പറ്റുന്ന കടകളും അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് ഉള്ള കടകളും ചെറിയ ഫുഡ് കോർട്ടുകളൊക്കെയാണ് ഈ കാണുന്നത്. ഇതാണ് റിപ്പിൾ വാട്ടർഫാൾസിൻ്റെ എൻട്രൻസിൽ തന്നെ നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും. നമ്മൾ ഏതായാലും അവിടെ നിന്ന് പരിപാടിയെല്ലാം നിർത്തി കയറി വന്നു. ഇത് ഒരു ജീപ്പ് സവാരി ഏരിയയാണ്. ഇവിടെ നമുക്ക് ജീപ്പ് ബുക്ക് ചെയ്യാം. 3 അവറോ അങ്ങനെ പല പാക്കേജായിട്ട് ജീപ്പ് സവാരി പല റേറ്റിൽ കിട്ടും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ എന്തൊക്കെയായാലും ജീപ്പ് സവാരി എടുക്കണോ വേണ്ടോ നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കി നമ്മളവിടെ നിന്ന് യാത്ര ചെയ്തിരിക്കുകയാണ്. ഇത് നിങ്ങൾ ആനച്ചാൽ വരുമ്പോൾ, മൂന്നാർ എത്തുന്നതിന് മുന്നേ ആനച്ചാൽ വരുമ്പോൾ ശ്രീനാരായണപുരം വാട്ടർഫാൾസ് എന്ന് സെർച്ച് ചെയ്താൽ മതി. ആനച്ചാലിൽ നിന്ന് ഏതാണ്ട് 7 കിലോമീറ്ററാണ് ഇതിലേക്കുള്ള ദൂരം. വഴി കുറച്ച് മോശമാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം തിരക്കില്ലാതെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ട് അങ്ങനെ വേണമെങ്കിൽ, അതായത് അടിപൊളിയായിട്ടുള്ള വെള്ളച്ചാട്ടം. പിന്നെ ആരും അങ്ങോട്ട് ഇറങ്ങാനും കുളിക്കാനൊന്നും നോക്കരുത്, അത് അപകടമാണ്. അപ്പം തിരക്കില്ലാതെ ആസ്വദിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് എന്ന് വേണമെങ്കിൽ റിപ്പിൾ വാട്ടർഫാൾസിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ ഇന്നത്തെ കാഴ്ച ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്തൊരു കാഴ്ചയായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.